കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെജ്ഗുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെഖേന ടിവിയിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകരായ സഹോദരങ്ങളെ, നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരു ഗ്രാമം മുഴുവനും പ്രഷ്യൻ സൈന്യത്താൽ വലയം ചെയ്യപ്പെട്ട് ഏതു സമയവും ആക്രമിക്കപ്പെടാം എന്നുള്ള ഒരു രീതിയിൽ തങ്ങൾ ഒരു കൂട്ടക്കൊലയ്ക്ക് ഏത് സമയവും വിധേയരാക്കപ്പെടും എന്ന ഭീതിയിൽ കഴിഞ്ഞിരുന്ന ഒരു ഗ്രാമം മുഴുവനും ആ ഗ്രാമത്തിലെ ഇടവക വികാരിയോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം അത്ഭുതകരമായി ഇടപെട്ടതിൻ്റെ ചരിത്ര സംഭവവും സ്വർഗത്തിൻ്റെ വലിയ ഇടപെടലിൻ്റെ സാക്ഷ്യവുമായിരുന്നു ഫ്രാൻസിലെ പോണ്ട് മെയിൻ എന്ന് പറയുന്ന സ്ഥലത്ത് പരിശുദ്ധ അമ്മയുടെ ദർശനമെന്ന് കഴിഞ്ഞ 2 എപ്പിസോഡുകളിലൂടെ നാം മനസ്സിലാക്കുകയുണ്ടായി. ഫ്രാൻസിലെ പോണ്ട് മെയിൻ എന്ന് പറയുന്ന സ്ഥലത്ത് 1871 ജനുവരി മാസം 17-ാം തീയതി പരിശുദ്ധ അമ്മ ആ രാജ്യം മുഴുവനും, അല്ല ദേശം മുഴുവനും, ആ ഗ്രാമം മുഴുവനും പ്രഷ്യൻ സൈന്യത്താൽ നശിപ്പിക്കപ്പെടുവാൻ പോകുന്ന ആ വളരെ സങ്കീർണമായ നിർണായകമായ നിമിഷത്തിൽ പ്രത്യക്ഷപ്പെട്ട് ആ ജനങ്ങളെ സംരക്ഷിക്കുന്ന വലിയ സംഭവമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ഇപ്രകാരം നഷ്ടപ്പെടുവാൻ പോകുന്ന തങ്ങളുടെ ഗ്രാമത്തെ ഓർത്ത്, വധിക്കപ്പെടുവാൻ പോകുന്ന തങ്ങളെ ഓർത്ത്, നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് വേദനിക്കുന്ന ജനം ഒന്ന് ചേർന്ന് ദൈവസന്നിധിയിൽ വികാരിയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ, ദൈവത്തിൻ്റെ, സ്വർഗത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ അവർ ദർശിച്ചത് ഇന്നും അനേകായിരങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കുവാൻ, യേശുവിലേക്ക് പരിശുദ്ധ അമ്മയിലൂടെ നയിക്കുവാൻ തെളിവായി, സാക്ഷ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഫ്രാൻസിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ ഫ്രാൻസ് വളഞ്ഞ് തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുവാൻ തയ്യാറായിരുന്ന പ്രഷ്യൻ സൈന്യത്തിന് എന്ത് സംഭവിച്ചുവെന്നും, പിന്നീട് പരിശുദ്ധയമ്മയുടെ ഈ ദർശനം തിരുസഭ എപ്രകാരമാണ് നോക്കി കണ്ടതെന്നും, ഈ ദർശനത്തിൻ്റെ ആനുകാലിക പ്രസക്തി എന്താണെന്നും, മറ്റ് ദർശനങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പോണ്ട് മെയിൻ ദർശനത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നും, പോണ്ട് മെയിൻ ദർശകരുടെ ജീവിതം എപ്രകാരമുള്ളതായിരുന്നുമൊക്കെ ഈ എപ്പിസോഡിൽ നാം കാണുവാൻ പരിശ്രമിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, 1871 ജനുവരി മാസം 17-ാം തീയതി വൈകുന്നേരം 5:30 പ്രഷ്യൻ സൈന്യത്തിൻ്റെ മുന്നേറ്റം നിർത്തിവയ്ക്കപ്പെട്ടു. ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന
ചരിത്ര സംഭവമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്രകാരം തങ്ങളുടെ മുന്നേറ്റം നിർത്തിവയ്ക്കപ്പെട്ട് ജനറൽ സ്മിത്തിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയ ഈ സൈന്യത്തിന് ഏതാണ്ട് അന്ന് വൈകുന്നേരം 5:30 ഇനി ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ എന്തോ സംഭവിക്കുന്നതായി കമാൻഡറിന് മനസ്സിലാവുകയാണ്. പ്രഷ്യൻ സൈന്യത്തിൻ്റെ കമാൻഡർ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു എന്നാണ് പറയുക: ഇനി നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല. പരിശുദ്ധ കന്യകാമറിയം അദൃശ്യമായി നമ്മളുടെ മുന്നേറ്റത്തെ തടയുന്നുവെന്ന് പ്രഷ്യൻ കമാൻഡർ തൻ്റെ സൈന്യത്തോട് വിളിച്ചു പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ രാജ്യത്തെ, ഗ്രാമത്തെ ആക്രമിച്ച് തകർക്കുവാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സൈന്യ വ്യൂഹത്തിന് മുൻപിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ കമാൻഡർ ദർശിക്കുകയാണ്. ഈ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ആ ഗ്രാമത്തെ സംരക്ഷിച്ചുകൊണ്ടുള്ള പരിശുദ്ധ അമ്മയുടെ ഇടപെടലും കമാൻഡർ മാത്രമല്ല, പ്രഷ്യൻ സൈന്യത്തിൻ്റെ പല സൈനികരും ദർശിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ഈ സൈനികർ തങ്ങളുടെ മേലധികാരികളോട് ഇപ്രകാരം പറയുകയുണ്ടായി: നമുക്ക് ഇനി ഈ രാജ്യത്തെ കീഴടക്കുവാൻ സാധിക്കില്ല, ഇനി ഒരടി പോലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ദൈവമാതാവ് തന്നെ ഈ രാജ്യത്തെ ഇതാ നമുക്കെതിരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, നമ്മുടെ മുന്നേറ്റത്തെ അവൾ തടഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനി നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല എന്ന് ആ സൈനികർ തങ്ങളുടെ മേലധികാരികളോട് പറഞ്ഞതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതിനോടനുബന്ധിച്ച് തന്നെ ചരിത്രപരമായ മറ്റൊരു സംഭവവും ഉണ്ടാവുകയാണ്. പ്രഷ്യൻ രാജാവായിരുന്ന ചാൾസ് ഫ്രെഡറിക് ഇപ്രകാരം ഒരു കൽപ്പന പുറപ്പെടുവിച്ചു: ഉടനെ തന്നെ എല്ലാ ശത്രുതയും ഒഴിവാക്കി ഫ്രാൻസിൻ്റെ മണ്ണിൽ നിന്ന് എത്രയും വേഗം പ്രഷ്യൻ സൈന്യം പിന്മാറണമെന്ന കൽപ്പന ആ നിമിഷത്തിൽ ചാൾസ് ഫ്രെഡറിക് പുറപ്പെടുവിക്കുകയാണ്. ഇപ്രകാരം രാജാവിൻ്റെ കൽപ്പന കിട്ടിയ ഉടനെ പ്രഷ്യൻ സൈന്യം അവിടെ നിന്ന് പിന്മാറുന്ന ചരിത്ര സംഭവവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2 ദിവസങ്ങൾക്കുള്ളിൽ ഇരു കൂട്ടരും ഒരു സൈനിക ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുകയും അങ്ങനെ പ്രഷ്യൻ ആക്രമണത്തിൽ നിന്ന് ഫ്രാൻസ് മുഴുവനും രക്ഷപ്പെടുകയും ചെയ്യുകയുണ്ടായി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ഗ്രാമത്തിലെ ജനം ഒന്നു ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു രാജ്യം മുഴുവനും രക്ഷപ്പെടുന്ന അത്ഭുതകരമായ ദൈവിക ഇടപെടലാണ് പോണ്ട്മേനിൽ ഇന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധ അമ്മയുടെ പോണ്ട്മേനിലുള്ള ഈ ദർശനം സഭ എപ്രകാരമാണ് കണ്ടതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ വാർത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഫ്രാൻസ് മുഴുവനും വ്യാപിച്ചു. അത് ഫ്രാൻസിനപ്പുറത്തേക്കും കടന്നു. അങ്ങനെ തങ്ങളുടെ രാജ്യത്തെ മുഴുവനും രക്ഷിക്കുവാനായി പരിശുദ്ധ അമ്മ കടന്നു വന്നതിന് ഫ്രാൻസ് മുഴുവനും പരിശുദ്ധ അമ്മയോട് നന്ദി പറയുകയാണ്. ഇങ്ങനെ കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് തീർത്ഥാടകർ കൂട്ടം കൂട്ടമായി പോണ്ട്മേനിലേക്ക് കടന്നു വരുവാൻ തുടങ്ങി. പോണ്ട്മേനിൽ ബാർബഡറ്റ് കുടുംബത്തിൻ്റെ ആ കളപ്പുര, അവിടെ നിന്നാണല്ലോ ഈ കുട്ടികൾ പരിശുദ്ധ അമ്മയെ കാണുക. ഈ കളപ്പുര മുഴുവനും തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞു. ഇപ്രകാരം നിരവധി ആളുകൾ കടന്നു വന്ന് പ്രാർത്ഥിക്കുവാനും നന്ദി പറയുവാനും
തുടങ്ങി. പരിശുദ്ധ അമ്മ ഈ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ആ വിവരണം കുട്ടികൾ എപ്രകാരം വിശദീകരിച്ചോ ആ രൂപത്തിലുള്ള ആ ദർശനത്തിൻ്റെ ഒരു ചിത്രം അടുത്തുള്ള ഒരു ചുവരിൽ അവർ കൊത്തിവെച്ചു. അനേകർ അവിടെ വന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുവാൻ തുടങ്ങി. സ്ഥലത്തെ മെത്രാൻ ഈ കുട്ടികളെ സ്നേഹത്തോടെ സ്വീകരിച്ചു. സ്ഥലത്തെ മെത്രാൻ ഈ കുട്ടികളെ വ്യക്തിപരമായി കണ്ട് സംസാരിച്ചു. അങ്ങനെ സ്ഥലത്തെ മെത്രാൻ ഈ കുട്ടികളോട് തൻ്റെ സംശയങ്ങളൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകളെക്കുറിച്ചുള്ള സത്യാവസ്ഥ മനസ്സിലാക്കി. അങ്ങനെ 1871 ജനുവരി അവസാനമാണിത് സംഭവിക്കുന്നതെങ്കിലും 1871 മാർച്ച് മാസത്തിൽ തന്നെ കാനോനിക്കൽ അന്വേഷണം അമ്മയുടെ ഫോണ്ട്മേനിലെ പ്രത്യക്ഷപ്പെടലിനെ പറ്റി ആരംഭിക്കുകയാണ്. സ്ഥലത്തെ മെത്രാൻ വിക്കാർട്ട് അതിന് എല്ലാ പ്രോത്സാഹനവും നൽകി. അങ്ങനെ പ്രിയമുള്ള സഹോദരങ്ങളെ, 3-4 വർഷം വ്യത്യസ്ത രീതിയിലുള്ള അന്വേഷണങ്ങളും പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകളെക്കുറിച്ചുള്ള പല ചോദ്യം ചെയ്യലുകളും ഒക്കെ നടന്ന് മുന്നോട്ട് പോയി. 1875 ഫെബ്രുവരി മാസം 2-ാം തീയതി സ്ഥലത്തെ മെത്രാനായിരുന്ന മെത്രാൻ വിക്കാർട്ട് ഇപ്രകാരം ഒരു വിധി പ്രസ്താവിച്ചു. ഫോണ്ട്മേനിൽ പരിശുദ്ധ കന്യകാമറിയം, യൂജിൻ ബർബഡറ്റ്, ജോസഫ് ബർബഡറ്റ്, ഫ്രാങ്കോയിസ് റിച്ചർ, ജീൻ മരിയ ലെബോസ് എന്നീ കുട്ടികൾക്ക് സത്യമായും പ്രത്യക്ഷപ്പെട്ടുവെന്ന് ഞങ്ങൾ വിധിക്കുന്നു. ഏറ്റവും എളിമയോടും അനുസരണത്തോടും കൂടെ പരിശുദ്ധ സിംഹാസനത്തിന് തീരുമാനത്തിന് ഈ വിധി ഞങ്ങൾ സമർപ്പിക്കുന്നുവെന്നും പറഞ്ഞ് ഫോണ്ട്മെയിൻ ദർശനത്തിന് സഭയുടെ അംഗീകാരം സ്ഥലത്തെ മെത്രാനിലൂടെ ലഭിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, മാറി മാറി വന്ന പല മാർപ്പാപ്പമാരും ഫോണ്ട്മെയിനിലെ ദർശനത്തെ വളരെ ഗൗരവമായിട്ടെടുത്തു. നമുക്കറിയാം, ഫോണ്ട്മെയിനിലെ ദർശനത്തിൽ പരിശുദ്ധ അമ്മ പറഞ്ഞ 3 സന്ദേശങ്ങളുണ്ടല്ലോ. ഈ സന്ദേശങ്ങൾ എപ്രകാരമാണ് ഒരിക്കൽ കൂടി നിങ്ങളെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. മക്കളെ, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ബട്ട് മൈ ചിൽഡ്രൻ പ്രേ. രണ്ടാമത്തെ, ദൈവം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ഉത്തരം നൽകും. The Lord will hear your prayers in a little while. അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടരുത്. മൂന്നാമത്തെ സന്ദേശം, നിങ്ങളുടെ പ്രാർത്ഥനയാൽ സ്വയം സ്വാധീനിക്കപ്പെടുവാൻ എൻ്റെ പുത്രൻ തീരുമാനിച്ചിരിക്കുന്നു. My son has decided to be touched by your prayers. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വ്യക്തമായ ഒരു ദൈവിക ഇടപെടൽ ദർശിക്കുവാൻ സാധിക്കും എന്നുള്ള സന്ദേശങ്ങളാണല്ലോ ഫോണ്ട്മേനിൽ ലഭിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഫോണ്ട്മേനിൽ ബർബഡറ്റ് ഫാമിലിയുടെ കളപ്പുര നിന്നിരുന്ന സ്ഥലത്ത് പ്രതീക്ഷയുടെ മാതാവ് എന്ന പേരിൽ, അവർ ലേഡി ഓഫ് ഹോപ്പ് എന്ന പേരിൽ വലിയൊരു ബസലിക്ക നിലകൊള്ളുന്നു. 9-ാം പിയൂസ് മാർപ്പാപ്പ ഫോണ്ട്മെയിൻ ദർശനത്തെ കാര്യമായി അംഗീകരിച്ച് ജനങ്ങൾ അവിടെ പോയി പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം ചെയ്തു. ലിയോ 13-ാമൻ മാർപ്പാപ്പ ഫോണ്ട്മെയിനിൽ പോയി പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ദണ്ഡവിമോചനങ്ങൾ വാഗ്ദാനം ചെയ്തു. 11-ാം പിയൂസ് മാർപ്പാപ്പ ഫോണ്ട്മെയിനിൽ പ്രത്യേകമായ വിശുദ്ധ ബലികൾ അനുവദിച്ചു. 12-ാം പിയൂസ് മാർപ്പാപ്പ ഫോണ്ട്മേനിൽ അവിടെ സ്ഥാപിക്കപ്പെട്ട പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന് മുകളിൽ ഒരു സ്വർണ്ണ കിരീടം വയ്ക്കുന്നതിന് വേണ്ടി അധികാരപ്പെടുത്തി. പിന്നീട് പോൾ 6-ാമൻ മാർപ്പാപ്പ ഫോണ്ട്മേനിൽ പോയി പ്രാർത്ഥിക്കുവാൻ സഭയിലെ മക്കളോട് ആഹ്വാനം ചെയ്യുകയും ഫോണ്ട്മേനിൽ പോയി പ്രാർത്ഥിക്കുവാൻ
ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇപ്രകാരം സഭയുടെ പൂർണ്ണമായ അംഗീകാരം പോണ്ട്മെനിൽ ലഭിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, എന്താണ് പോണ്ട്മെയിൻ ദർശനത്തിൻ്റെ പ്രത്യേകത? ഞാൻ നേരത്തെ പറഞ്ഞ ഈ 3 സന്ദേശങ്ങൾ ഇപ്പോഴും ഈ ആനുകാലിക സമയത്തും ഈ കാലഘട്ടത്തിലും വളരെ പ്രസക്തമാണ്. പ്രാർത്ഥനയിൽ നിന്നും പിന്നോട്ട് പോകരുത്, പ്രാർത്ഥനയിൽ മുന്നോട്ട് തന്നെ പോകണം. നമ്മൾ ഈ കൊറോണ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ, സഭ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ, ഒരു രാജ്യം മുഴുവനും ആക്രമിക്കുവാൻ വളഞ്ഞിരുന്ന സൈന്യത്തെ പരിശുദ്ധിയമ്മ കടന്നു വന്ന് തടഞ്ഞ് ആ ഗ്രാമത്തെ രക്ഷിച്ചതുപോലെ പ്രാർത്ഥനയിൽ ആഴപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള വിളി, ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ ഏതാനും നിമിഷങ്ങൾക്കകം സംഭവിക്കും. അതുകൊണ്ട് പ്രാർത്ഥിച്ച് ധൈര്യമായി മുന്നോട്ട് പോകുവാനുള്ള സന്ദേശം, പ്രാർത്ഥനയ്ക്ക് എൻ്റെ പുത്രനെ സ്വാധീനിക്കാൻ സാധിക്കും എന്നുള്ള സന്ദേശം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്രകാരം പോണ്ട്മെയിനിലെ ദർശനങ്ങൾ ഇന്ന് നമുക്ക് മുൻപിൽ വലിയ പ്രസക്തിയോടുകൂടി തന്നെ നിലകൊള്ളുകയാണ്. വിളിച്ചപേക്ഷിക്കുന്നവനെ പരിശുദ്ധിയമ്മ ഉപേക്ഷിക്കുകയില്ല എന്ന സന്ദേശം പോണ്ട്മെയിനിൽ നിന്ന് നമുക്ക് ലഭിക്കുകയാണ്. ഇതിന് വളരെ പ്രത്യേകമായി ഞാൻ കാണുന്നൊരു കാര്യം, പോണ്ട്മെയിനെ ആക്രമിക്കുവാനായി പ്രഷ്യൻ സൈന്യം വളഞ്ഞപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് ഞങ്ങളൊക്കെ വധിക്കപ്പെടല്ലേ, ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങളുടെ ഗ്രാമം മുഴുവനും നിശേഷം നശിപ്പിക്കപ്പെടുന്ന അവസ്ഥയെത്തിയപ്പോൾ പോണ്ട്മെയിനിലെ വികാരി ഫാദർ ആബെ മൈക്കിൾ ഗുവറിൻ, പ്രായം ചെന്ന വിശുദ്ധനായ വൈദികൻ, തൻ്റെ ഇടവക ജനത്തെ ദേവാലയത്തിലേക്ക് വിളിച്ചുകൂട്ടി ഇപ്രകാരം പറഞ്ഞു: മക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുക എന്നും പറഞ്ഞ് ഇടവക ജനത്തെ വികാരി ഒന്നിച്ചുകൂട്ടി ത്യാഗം ചെയ്ത് വികാരിയോട് ഐക്യപ്പെട്ട് ഒരു ഇടവക സമൂഹം മുഴുവനും പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയ ഉടനെയാണ് പരിശുദ്ധ അമ്മ പോണ്ട്മെയിനിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്ന വലിയ ഒരു സത്യം കൂടി നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഇടവക വികാരിമാരോട് ചേർന്ന് ഇടവക ജനങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും, ഏത് ആക്രമണങ്ങളെയും, ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള ശക്തി സ്വർഗത്തിൽ നിന്ന് ആ ഇടവകയ്ക്ക് ലഭിക്കും. ഇടവകയ്ക്ക് മാത്രമല്ല, നമുക്കറിയാം പോണ്ട്മെയിനിൽ വെറും 500 പേരാണ് ആ ഇടവകയിൽ ഉണ്ടായിരുന്നത്. ഈ 500 പേർ എല്ലാം ഒന്നു ചേർന്ന് ഇടവക വികാരിയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ രാജ്യത്തെ മുഴുവനും പരിശുദ്ധ അമ്മ രക്ഷിക്കുകയാണ്. ഇതാണ് പോണ്ട്മെയിൻ ദർശനത്തിൻ്റെ നമുക്കുള്ള പ്രസക്തി. നമ്മൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകത്തെ മുഴുവനും രക്ഷിക്കുന്ന ദൈവീക ഇടപെടൽ ഉണ്ടാകുമെന്ന് ഇതുപോലെയുള്ള സംഭവങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇനി പോണ്ട്മെയിൻ ദർശകർക്ക് അവരുടെ ജീവിതം എപ്രകാരമുള്ളതായിരുന്നുവെന്ന് കൂടി മനസ്സിലാക്കുന്നത് ഉചിതമാണല്ലോ. പോണ്ട്മെയിനിലെ 12 വയസ്സുകാരൻ യുവിജിൻ ബർബഡറ്റ് പിന്നീട് രൂപതയിൽ ചേർന്ന് നല്ല വിശുദ്ധനായ ഒരു വൈദികനായി, ഒരു മാതൃഭക്തനായി ജീവിച്ച് 1927 സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. 10 വയസ്സുകാരൻ ജോസഫ്, അവൻ അമലോത്ഭമാതാവിൻ്റെ സമർപ്പിതർ എന്ന സന്യാസ സഭയിൽ ചേർന്ന് ഒരു വൈദികനായി പരിശുദ്ധ അമ്മയുടെ മഹിമകൾ പ്രസംഗിച്ചുകൊണ്ട് വലിയൊരു മരിയ ഭക്തനായി ജീവിച്ച് അനേകരെ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലെത്തിച്ച് 1930 തൻ്റെ നിത്യസമ്മാനത്തിനായി യാത്രയായി. 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളുമാണല്ലോ പരിശുദ്ധ അമ്മയുടെ ദർശനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. പെൺകുട്ടികളിൽ 9-ാം വയസ്സുകാരി ജീൻ മരിയ ലെബോസ് തിരുക്കുടുംബ സന്യാസ സഭയിൽ അംഗമായി ജീവിച്ച് വലിയൊരു മരിയ ഭക്തിയായി ജീവിച്ച് 1933 സ്വർഗത്തിലേക്ക് വിളിക്കപ്പെട്ടു. ഈ 3 പേരും സന്യാസ ജീവിതത്തിലേക്കും സമർപ്പണ ജീവിതത്തിലേക്കും പ്രവേശിച്ചുവെങ്കിലും ദർശകരിൽ 4-ാമത്തെയാളായ ഫ്രാങ്കോയിസ് റിച്ചർ എന്ന് പറയുന്ന 11 വയസ്സുകാരി സന്യാസ സഭയിൽ ചേർന്ന് ഒരു സന്യാസിയാകുവാൻ വിളിക്കപ്പെട്ടില്ല. എന്നാൽ
അവളൊരു ശുശ്രൂഷകയായി സേവനം ചെയ്ത് ജീവിക്കുവാനുള്ള ഒരു വിളിയാണ് ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുക. യൂജിൻ ബെർബഡറ്റ് എന്ന വൈദിക മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്ത് സേവനം ചെയ്ത് ജീവിതത്തിൻ്റെ അവസാനം വരെ സേവനത്തിൻ്റെയും ശുശ്രൂഷയുടെയും ഒരു മാതൃകയായി അവൾ ജീവിച്ച് ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ 4 കുഞ്ഞുങ്ങളിലും നമ്മൾ കാണുന്നൊരു പ്രത്യേകതയുണ്ട്. അവർ നിഷ്കളങ്കരായി ജീവിച്ചു, വലിയ മാതൃഭക്തരായി ജീവിത അവസാനം വരെ ജീവിച്ചു. പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് അനേകരെ അടുപ്പിച്ചു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഇവരുമായി ജീവിച്ചിരുന്നവർക്കൊക്കെ ഒരു മാതൃക നൽകിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൻ്റെ അവസാനം വരെ ജീവിക്കുവാൻ ഈ മക്കൾക്ക് സാധിച്ചുവെന്നുള്ളത് വലിയ ഒരു സത്യമാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഫോൺട്ട്മേനിലെ ദർശനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മറ്റൊരു ദൈവിക ഇടപെടൽ കൂടെ അവിടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇന്നും യൂറോപ്പിൻ്റെ ചില സ്ഥലങ്ങളിലൊക്കെ നിർബന്ധിത സൈനിക സേവനം ഉണ്ടല്ലോ. നിർബന്ധിത സൈനിക സേവനം ചില രാജ്യങ്ങളൊക്കെ അത് ഈ അടുത്ത കാലത്തൊക്കെ നിർത്തലാക്കി. എങ്കിലും അന്നത്തെ കാലത്ത് 18 വയസ്സ് പ്രായമായ യുവാക്കൾ നിർബന്ധിതരായി സൈനിക സേവനത്തിനായി വിളിക്കപ്പെടുമായിരുന്നു. അങ്ങനെ ഫോൺട്ട്മേൻ എന്ന ഗ്രാമത്തിൽ നിന്ന് 38 യുവാക്കന്മാർ നിർബന്ധിത സൈനിക സേവനത്തിന് വിളിക്കപ്പെട്ടു. അവർ അങ്ങനെ സൈന്യത്തിൽ ചേർന്ന് യുദ്ധമുണ്ടായപ്പോൾ യുദ്ധത്തിൽ പങ്കെടുക്കുവാനായി പോവുകയുണ്ടായി. ഈ മക്കളിൽ തിരിച്ചു വരുമോ എന്നറിയില്ല. സാധാരണ യുദ്ധമുണ്ടാകുമ്പോൾ അനേകർ കൊല്ലപ്പെടും, വധിക്കപ്പെടും. അങ്ങനെ ഈ രാജ്യം ഇന്ന് നമ്മൾ കാണുന്ന ഇപ്രകാരമാണ്. ഫോൺട്ട്മേനിലെ 38 യുവാക്കന്മാർ സൈന്യത്തിൽ ചേർന്ന് ഇവരെ ഫോൺട്ട്മേനിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല. എന്നാൽ പരിശുദ്ധ അമ്മ ഈ 38 യുവാക്കളെയും ഗ്രാമത്തെ സംരക്ഷിച്ചതുപോലെ സംരക്ഷിച്ചുകൊണ്ട് ഒരു പോറൽ പോലും ഏൽക്കാതെ ആ 38 യുവജനങ്ങളും തിരിച്ച് തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ ഗ്രാമത്തിലേക്ക് വന്ന് തങ്ങളുടെ കുടുംബവുമായി പ്രാർത്ഥനയിൽ ഒന്നിക്കുന്ന അനുഭവവും ദർശിക്കുവാനായിട്ട് സാധിച്ചു. അതിലൊരാൾ യൂജിൻ ബെർബഡറ്റിൻ്റെയും ജോസഫ് ബെർബഡറ്റിൻ്റെയും മൂത്ത സഹോദരൻ അഗസ്റ്റി ഫ്രിട്ടോയായിരുന്നു. അന്ന് അദ്ദേഹം സൈനിക സേവനത്തിൽ ചേരുമ്പോൾ 18 വയസ്സാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പിന്നീട് ഒരു പോറിനും ഏൽക്കാതെ പരിശുദ്ധ അമ്മ ഈ ഗ്രാമത്തിൽ നിന്ന് പോയ 38 യുവാക്കളെയും സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുവന്നതും ഒരു ചരിത്ര സത്യമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഫോൺട്ട്മേനിലെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ഇന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഇന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട്. പരിശുദ്ധ അമ്മ എല്ലാ മക്കളുടെ മേലും, എല്ലാ രാജ്യങ്ങളുടെ മേലും, എല്ലാ സമൂഹങ്ങളുടെ മേലും, അത് അവരെങ്ങനെയുള്ളവരൊക്കെ ആയിക്കോട്ടെ, അവർ പണക്കാരാകാം, പാവപ്പെട്ടവരാകാം, അവർ രോഗികളാകാം, അവർ ദരിദ്രരാകാം, അവർ വലിയവരാകാം, ചെറിയവരാകാം, ആരൊക്കെ ആയിക്കോട്ടെ, പരിശുദ്ധ അമ്മയ്ക്ക് ഈ ലോകത്തിലെ എല്ലാവരുടെ മേലും ഒരു കരുതലുണ്ട് എന്ന ഒരു സത്യം നമ്മൾ തിരിച്ചറിയുകയാണ്. പരിശുദ്ധ അമ്മ ദൈവസന്നിധിയിൽ നമ്മൾ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെയൊക്കെ സമർപ്പിച്ച് നമുക്ക് വേണ്ട ദൈവിക ഇടപെടൽ തക്കതായ സമയത്ത് എത്തിച്ചു തരുവാൻ ശക്തിയുള്ളവളാണ് എന്നും നമ്മൾ ഇതുപോലെയുള്ള അമ്മയുടെ വളരെ പ്രത്യേകമായ പ്രത്യക്ഷപ്പെടലുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു പ്രാദേശിക പ്രശ്നത്തിലാണ് ഇവിടെ പരിശുദ്ധ അമ്മ ഇടപെടുക. പ്രിയമുള്ളവരെ, പലപ്പോഴും പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്ന സ്ഥലങ്ങളിൽ ഈ ദർശകർ പല ബുദ്ധിമുട്ടുകളും പീഡനങ്ങളിലൂടെ കടന്നു പോകാൻ ഒരുപക്ഷെ അനുവദിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഫോൺട്ട്മേനിൽ ഈ ദർശകർക്ക് പിന്നീട് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളോ അപമാനങ്ങളോ പീഡനങ്ങളോ ഒന്നും ഏൽക്കേണ്ടി വരുന്നില്ല. അവർ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലിലൂടെ ഈ സന്ദേശങ്ങൾ ലോകം മുഴുവനും എത്തപ്പെടുകയും ഇത് സഭ അംഗീകരിക്കുകയും ഇന്ന് ഫോൺട്ട്മേനിൽ അനേകം തീർത്ഥാടകർ കടന്നു വന്ന് ഈ സന്ദേശങ്ങൾ ഐക്യപ്പെട്ട് ജീവിക്കുവാൻ ഇന്ന് അനേകർക്ക് കൃപ ലഭിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫോൺട്ട്മേനിൽ ഒരു ഗ്രാമം മുഴുവനും പ്രാർത്ഥിച്ചപ്പോൾ അവരിലൂടെ
ഒരു രാജ്യത്തെ മുഴുവനും ആക്രമണത്തിൽ നിന്നും കൂട്ടക്കൊലയിൽ നിന്ന് രക്ഷിക്കുവാൻ കടന്നു വന്ന പരിശുദ്ധ അമ്മയോട് ഐക്യപ്പെട്ട് നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെയും നമ്മുടെ നാടിനെയും നമ്മുടെ ഗ്രാമങ്ങളെയും നമ്മുടെ ഇടവകകളെയും ഒക്കെ നമ്മുടെ വികാരിമാരോട് ഐക്യപ്പെട്ട് നമുക്കും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, ഞങ്ങളുടെ അമ്മേ, ഞങ്ങൾ മുഴുവനും അമ്മയുടേതാണ്. ഞങ്ങളെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സംരക്ഷണവും സാന്നിധ്യവും നിങ്ങൾ ഓരോരുത്തരോടുമൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും